സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്. ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPI അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പ്രദേശത്തിനും ചെല്ലുമ്പോൾ പിന്നെ വർഗീയത ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമാവും, ചില സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമാവും. ഇത് രണ്ടും നമ്മുടെ നാട്ടിലെ ആപത്താണ്. കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായ കാലഘട്ടമൊക്കെ തന്നെ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. സജി ചെറിയാനെല്ലാം പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരന്തരമായ എന്തെല്ലാം പോരാട്ടങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാവുമോ? പത്രങ്ങൾ വളച്ചൊളിച്ച് വന്നതാണ്. അത് വളച്ചൊളിച്ച് വന്നായിട്ട് നമ്മൾ കൂട്ടിയാൽ മതിയാവും. പ്രതിനിധികളാകുമ്പോൾ ചിലപ്പോൾ ഒരു കോമൺ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തന്നെ അതിൽ ഉണ്ടായെന്ന് വരാമല്ലോ. അല്ല, അവർ സംഘടിപ്പിക്കുന്ന ഏതെങ്കിലും ഇതിന് പ്രോഗ്രാമിൽ പങ്കെടുത്തോ ഇല്ല എന്നുള്ളവർ അന്വേഷിച്ച് നോക്കേണ്ട കാര്യമാണ്. അത് അബ്ദുറഹ്മാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അങ്ങനെ ഒരു നിലപാട് വന്നിട്ടില്ലേ അബ്ദുറഹ്മാൻ്റെ ഭാഗത്ത്? എന്താ അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് സംബന്ധിച്ചതോടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടെ വന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതോ സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്. ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPI അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പ്രദേശത്തിനും ചെല്ലുമ്പോൾ പിന്നെ വർഗീയത ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമാവും, ചില സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമാവും. ഇത് രണ്ടും നമ്മുടെ നാട്ടിലെ ആപത്താണ്. കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും ഇവിടെ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായ കാലഘട്ടമൊക്കെ തന്നെ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. സജി ചെറിയാനെല്ലാം പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരന്തരമായ എന്തെല്ലാം പോരാട്ടങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാവുമോ? പത്രങ്ങൾ വളച്ചൊളിച്ച് വന്നതാണ്. അത് വളച്ചൊളിച്ച് വന്നായിട്ട് നമ്മൾ കൂട്ടിയാൽ മതിയാവും.